ആരാ എന്റെ പാലിൽ ഉപ്പ് ചേർത്തത്? എനിക്കറിയില്ലല്ലോ കൊച്ചളിയ, ഞാൻ ഷുഗർ ഫ്രീ ആണ് അതിലിട്ടത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഷുഗർ ഫ്രീ എന്താടാ മസാല ഇടുന്ന പാത്രത്തിലാണോ ഇരിക്കുന്നത്? ഇത് ഉപ്പാടാ, തിന്ന് നോക്ക്. എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ഞാൻ വെറുതെ ഇരുന്നപ്പോ എന്റെ അടുത്ത് ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു. എന്താണിതൊക്കെ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ഈ വീട് മുഴുവൻ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സോറി മാഡം. വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ട്. വേഗം എല്ലാം വൃത്തിയാക്ക്. ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം വൃത്തിയായിരിക്കണം. പിന്നെ വരുന്ന ഗസ്റ്റിന് കുടിക്കാൻ വെള്ളം കൊടുക്കണം. ഓക്കെ മാഡം. വൃത്തികേടായി ഇരിക്കുന്നതെല്ലാം ഞങ്ങൾ ഇപ്പൊ തന്നെ വൃത്തിയാക്കും. കുസൃതി കുറച്ച് കൂടുതലാ, എന്നാലും സ്നേഹമുള്ളവയാ. അതുകൊണ്ടാ ഞാൻ ഇവരെ എന്റെ കുട്ടികളെ പോലെ നോക്കി വളർത്തുന്നത്. നമുക്ക് ഗാർഡനിലേക്ക് പോകാം. അവിടെ ചെടികൾക്ക് വെള്ളം നനയ്ക്കാനുണ്ട്. കൊച്ചളിയ, മാഡം പറഞ്ഞതേ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എന്റെ പുറത്തല്ല. അതെ, നീ ചെടിയല്ലല്ലോ, കഴുതയാണ്, കഴുത. എക്സ്ക്യൂസ് മീ, നീ എന്തായി കാണിക്കുന്നത്? സോറി, ഞങ്ങൾ കണ്ടില്ല. നിങ്ങളെ പോലുള്ള ചെകുത്താന്മാരുടെ കൂടെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ആരാ നിങ്ങള്? ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എന്തിനാ ചെകുത്താന്ന് പറയുന്നേ? ഞാൻ കാട്കറാണ്. കാട്കർ ഞങ്ങളുടെ മാഡമാണ്. നിങ്ങൾ ആരാണ്? ഞാനും കാട്കർ തന്നെയാണ്. നിങ്ങളുടെ മാഡത്തിന്റെ മൂത്ത ചേച്ചിയാണ്. അതെങ്ങനെയാ ശരിയാവുന്നേ? ഞാനും ബണ്ണിയുടെ മൂത്ത ചേട്ടനാ. പക്ഷെ എന്റെ പേര് ബണ്ണി എന്നല്ലല്ലോ, ഹണി എന്നാ. എടാ, ഇവരുടെ സർനെയിം ആണ് കാട്കർ. സംശയട്ടോ? അതെ, ഞാൻ ഡോളി കാട്കർ. അങ്ങ് അകത്തേക്ക് വന്നിരിക്കൂ. മാഡം ഓഫീസിൽ നിന്ന് വരേണ്ട സമയമായി. ഒന്ന് വേഗം അകത്തേക്ക് വരുന്നുണ്ടോ? ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. കൂട്ടുകാരാ, വരൂ, നമുക്ക് പുറത്തു പോയി കളിക്കാം. വേണ്ട, മാഡം എന്നെ വഴക്ക് പറയും. വഴക്ക് പറയില്ല. ഞങ്ങൾ പുറത്തു പോയി കളിക്കുന്നത് മാഡത്തിന് വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ മാഡമല്ല, എന്റെ മാഡമാ. കൊച്ചളിയ, ഇതൊന്നും ശരിയല്ല. മാഡത്തിന്റെ മൂത്ത ചേച്ചി പേരിലും കാട്കർ എന്ന് ചേർത്തു, കൂടാതെ മാഡം ഒന്ന് ചേർത്തിരിക്കുക. ഇവരൊരു കോപ്പിക്കാറ്റ് തന്നെയാണ്. ഓ ചേച്ചി, എത്ര നല്ല ഡോഗിയാണ്. ആട്ടെ, നിന്റെ പേരെന്താണ്? എന്റർടൈൻമെന്റോ? ഇതെന്ത് പേരായത്? കാരണം ഞാൻ ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവന് എന്റർടൈൻമെന്റ് എന്ന് പേരിട്ടത്. ഇപ്പൊ നോക്കിക്കോ, എന്റെ സ്ലിപ്പർ എടുത്തോണ്ട് വാ. ഡാൻസ് കളിക്ക്. വേഗം തലകുത്തി നിൽക്ക്. കണ്ടല്ലോ,
ഫുൾ എന്റർടൈൻമെന്റ് ആണ്. സ്വർണത്തിനു വേണ്ടി ഒളിമ്പിക്സിൽ ഓടുന്നു, ഇവൻ എന്തിന് തലകുത്തി നിൽക്കുന്നു? അടികൈ. അല്ല, അങ്ങാരാണ്? ജീവിതം മടുത്തുപോയാൽ പിന്നെയാകും സന്യാസി. എന്റെ പേര് കന്നയാണ്, മിസ് കാട്കറിന്റെ അയൽവാസി. അടികൈ. ഇതിൽ കൈയടിക്കാൻ മാത്രം എന്താണുള്ളത്? അതും ഈ വൃത്തികെട്ട കവിതയ്ക്ക്. അത് പിന്നെ ഇതെന്റെ മൂത്ത ചേച്ചിയാണ്, ഡോളി എന്നാണ് പേര്. നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ ഇവനെ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്ത് കാണിച്ചു തരാം. എന്റെ ചേച്ചി ഒന്ന് മതിയാക്കുന്നുണ്ടോ? ഇത് ചേച്ചിയുടെ പെറ്റാണ്. ഞാൻ ഇവനെ വളർത്തുന്നത് എന്റെ എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. ശരി ശരി, ഇപ്പൊ അവനെ വിട്ടേക്ക്. നീ വേഗം പോയി നിന്റെ കൂട്ടുകാരോടൊത്ത് കളിക്ക്. ഓണം അടുത്തപ്പോഴേക്കും മഴ കൂടിയിരിക്കുകയാണ്. മിസ് കാട്കർ, നിങ്ങളുടെ പെറ്റ്സിന്റെ ഇൻഷുറൻസ് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അടികൈ. മൃഗങ്ങൾക്ക് ഇൻഷുറൻസോ? നിനക്ക് എന്താ വട്ടു പിടിച്ചോ? ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. അവർ എന്റെ കുട്ടികളെ പോലെയാണ്, എന്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് അവർ. അതുകൊണ്ട് അവരുടെ സുരക്ഷ നമ്മൾ നോക്കണം. ഓ, കൊച്ചളിയ, ഈ ക്യാച്ച് ഞാൻ പിടിക്കാം. വേണ്ട കുഞ്ഞളിയ, ഞാൻ പിടിച്ചോളാം. ഈ ക്യാച്ച് ഞാൻ പിടിക്കാം. സംശയമുണ്ടോ? ഓടോ. ഇന്ന് ഹർത്താലാ മാഡം, ഓട്ടോ ടാക്സി ഒന്നും കിട്ടില്ല. മാഡം, 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 മാഡം. കരയുന്ന നിർത്ത്. ഉടനെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സംശയമുണ്ടോ? എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഇന്ന് ഓട്ടോയും ടാക്സിയിലും ഹർത്താലല്ലേ? മാഡവും കന്ന സാറും കാർ എടുത്തോണ്ട് പോയിരിക്കുകയാണ്. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്റെ ശരീരം മുഴുവൻ പരുക്ക് പറ്റിയിരിക്കുകയാണ്. എടാ, നീ എന്തായി കാണിക്കുന്നത്? എടാ, നിന്നോടാണ് നിൽക്കാൻ പറഞ്ഞത്. പെട്ടെന്ന് മാഡത്തിനെ വേഗം പിടിച്ച് ഇതിന്റെ പുറത്ത് കിടത്താ. വേഗം പോകാം. മാറി നിൽക്ക, എല്ലാവരും വേഗം മാറി നിൽക്ക. മാറ, നിർത്തൂ. എന്റെ മാഡത്തിന്റെ ജീവൻ ആപത്തിലാണ്. വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ. ആ ആ ആ ആ ആ ആ ആ. എടാ, ഇങ്ങോട്ട് തന്നെ. ഓണം വന്നാൽ നാട് മുഴുവനും പൂക്കളമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പൂ ഇതാണ്. അടികൈ. ഇനി എന്താ
എന്തായാലും ഒരു പ്രശ്നമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കൃത്യസമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു. എത്താൻ കഴിഞ്ഞതല്ല, എന്നെ എത്തിച്ചതാണ്. ഒരു പക്ഷേ ഈ കുട്ടികളില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു. സത്യം പറഞ്ഞ എന്റെ എന്റർടൈൻമെന്റ് എനിക്ക് വേണ്ടി എന്തുമാത്രം റിസ്ക് എടുത്തെന്ന് അറിയാമോ നിനക്ക്? ഇപ്പൊ മനസ്സിലായോ നമ്മുടെ പെറ്റ്സുകൾക്ക് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്? ഇവർ നമ്മുടെ കുട്ടികളെ പോലെയാണ്. ഇന്നു മുതൽ എന്റെ എന്റർടൈൻമെന്റിന്റെ മമ്മി ആയിരിക്കും ഞാൻ. പക്ഷേ മുഴുവനായിട്ടും മമ്മിയാവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കാരണം വാ തുറന്നിരിക്കുക. ഇതുകൊണ്ട് ചുറ്റിക്കഴിഞ്ഞാൽ പൂർണ്ണമായി മമ്മിയായി മാറും. എടാ ഇത് ഈജിപ്തിലെ മമ്മി അല്ല, മമ്മി എന്ന് പറഞ്ഞതാണ്. പല വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതാണ് ഈജിപ്തിലെ മമ്മി. എന്റർടൈൻമെന്റ് ഇതാണ് നിന്റെ യഥാർത്ഥ മമ്മി. അടികൈ